നമസ്കാരം. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർ പറയുന്നതിൻ്റെ നേർ വിപരീതം പ്രവർത്തിക്കും, എന്തിനും ഏതിനും കുത്തിത്തിരിപ്പുണ്ടാക്കും. സാമാന്യ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല. തോറ്റു തുന്നം പാടി തലയിൽ പാളത്തൊപ്പിയും കമിഴ്ത്തി നിൽക്കുകയാണ് CPM. പാർട്ടിയെ ഇത്രയേറെ തകർത്ത പിണറായി വിജയനാകട്ടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു. അണികൾ തൊഴിച്ചെറിഞ്ഞിട്ട് പോലും ആ സ്ഥാനം വിട്ടുകളയാൻ പിണറായി വിജയൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇന്നലെയാണ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ അധികാരമേറ്റെടുത്തത്. ആ ചടങ്ങ് പ്രൗഢഗംഭീരമായിരുന്നു. അതിലുപരി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സന്തോഷത്തിലുമായിരുന്നു. ആ ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചിരുന്നു. ഇതിനെതിരെയാണ് പിണറായി വിജയൻ്റെ മരുമകനും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയത്. വിഷയം മാധ്യമങ്ങൾ ഏറ്റെടുത്തു. കാരണം പറഞ്ഞതൊരു മുൻമന്ത്രിയാണല്ലോ. റിയാസും പ്രതീക്ഷിച്ചത് അതുതന്നെയാണ്. ഇന്ന് റീൽസും ഇട്ട് റോഡിലെ കുഴിയെണ്ണി നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇതുപോലെയുള്ള പൊടിക്കൈകൾ വേണം. എന്തായാലും മുഹമ്മദ് റിയാസിൻ്റെ ആ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. അതിനുശേഷം മുഹമ്മദ് റിയാസിൻ്റെ വിവരക്കേടിനെക്കുറിച്ച്, അറിവില്ലായ്മയെക്കുറിച്ച് പറയാം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ശ്രീ VD സതീശനും മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിൽ അഭിനന്ദനങ്ങൾ. സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും ആശംസകളും അറിയിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായും ആലപിച്ചതുമായി ബന്ധപ്പെട്ട് ആശങ്ക രേഖപ്പെടുത്തുകയാണ്. ഔദ്യോഗികമായി പൊതുവെ അംഗീകരിക്കുകയും ആലപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ഈരടികളാണ്. വന്ദേമാതരത്തിലെ തുടർന്നു വരുന്ന ചില ഭാഗങ്ങൾ ചരിത്രപരമായി വിവാദങ്ങൾക്ക് ഇടയാക്കിയതും ആശങ്ക ഉയർത്തിയതുമാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യാനന്തര കാലത്തും വിവിധ സംസ്ഥാനങ്ങളിൽ വന്ദേമാതരം നിർബന്ധിതമാക്കാനുള്ള ശ്രമങ്ങൾ വിവാദമായിരുന്നുവല്ലോ. ചില സംഘടനകളും പൗരാവകാശ പ്രവർത്തകരും ഇത് നിർബന്ധമാക്കുന്നത് ഭരണഘടനാ സ്വാതന്ത്ര്യത്തെയും മതനിരപേക്ഷതയെയും ബാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നതുമാണ്. സുപ്രീം കോടതിയുടെ സമീപകാല നിരീക്ഷണ പ്രകാരം വന്ദേമാതരം ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് ഒരു അഡ്വൈസറി മാത്രമാണ്. അത് നിർബന്ധിതമല്ലെന്നും അനുസരിക്കാത്തതിന് യാതൊരു ശിക്ഷാ നടപടിയും ഇല്ലെന്നും വ്യക്തമാക്കിയിട്ടുമുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലോക്ഭവന്റെ ഭാഗത്തു നിന്നും വന്ന പല നിർദ്ദേശങ്ങളും തിരുത്താൻ കാണിച്ച ഇടപെടൽ വന്ദേമാതരം മുഴുവനായും ചൊല്ലിയ വിഷയത്തിൽ ഉണ്ടാവണമായിരുന്നു. മതനിരപേക്ഷതയും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ പൊതുബോധത്തോട് കൂടുതൽ ചേർന്നു നിൽക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കാൻ പുതിയ സർക്കാർ ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇടതുപക്ഷ MLA എന്ന നിലയിൽ സർക്കാരിനെ തുടക്കത്തിലെ കണ്ണടച്ച് എതിർക്കുകയാണെന്ന് ഈ നിലപാട് പറഞ്ഞതിൻ്റെ ഭാഗമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിനു പകരം ഈ വിഷയത്തിൽ ഭരണഘടന മുറുകെ പിടിച്ചുയർത്തിയ മെറിറ്റിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണവും ജനാധിപത്യ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും പുതിയ സർക്കാരിൽ നിന്നും ഉണ്ടായാൽ പിന്തുണയ്ക്കും. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞാണ് മുഹമ്മദ് റിയാസ് തൻ്റെ കുത്തിത്തിരിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇയാൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് അതിൻ്റെ പൂർണ്ണരൂപം ആലപിക്കാനും അത് ദേശീയ ഗാനത്തിന് മുമ്പ് ആലപിക്കുമ്പോൾ സദസ്സിലും വേദിയിലുമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിയമവും ചട്ടവുമുണ്ട്. വന്ദേമാതരത്തെ ആക്ഷേപിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമല്ലെന്നാരോപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടുള്ളതുമാണ്. ഇതൊന്നും അറിയാതെയാണ് മുഹമ്മദ് റിയാസിൻ്റെ ഗീർവാണം. ഇതിനിപ്പോൾ വിവരവും വെള്ളിയാഴ്ചയുമില്ലാത്ത അന്തങ്ങൾ ഏറ്റെടുക്കും. പരമകഷ്ടം. ഇയാളെപ്പോലെയുള്ളവരാണല്ലോ കഴിഞ്ഞ 5 കൊല്ലം നാട് ഭരിച്ചത്. എന്തു പറയാൻ, ആരോട് പറയാൻ?